ഫ്രണ്ട്സ്, ഹായ്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നാടൻ മാങ്ങ അച്ചാർ തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1.5 കിലോ നാടൻ മാങ്ങയാണ്. അപ്പോൾ ഞാനിതൊന്ന് ക്ലീൻ ചെയ്ത് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ തൊലി നമുക്ക് ചെത്തിക്കളയാം. ചിലർ തൊലി ചെത്താതെ ഉപയോഗിക്കും. ഇനി തൊലി നല്ല കട്ടിയായിരുന്നതുകൊണ്ട് ഞാനിതൊന്ന് തൊലി ചെത്തി എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ മാങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ ഈ മാങ്ങയിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് നമ്മൾ ഇളക്കി വെച്ചിട്ടുണ്ട്. ഒരു 1/4 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് അച്ചാറിടാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ നമ്മൾ മാങ്ങയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഉപ്പ് പുരട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3/4 മണിക്കൂറായി ഉപ്പ് പുരട്ടി വെച്ചിട്ട്. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളം വേറൊരു ബൗളിലോട്ട് മാറ്റാം. നമ്മൾ ഈ മാങ്ങയിൽ നിന്ന് വെള്ളമൊക്കെ ഊറ്റി വേറൊരു ബൗളിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അച്ചാറിടാൻ വേണ്ടി തുടങ്ങാം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അത് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. അതിന് ശേഷമാണ് ഞാൻ പൊടികൾ ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഈ പൊടികളൊക്കെ അങ്ങ് കരിഞ്ഞു പോകും പെട്ടെന്ന്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് 6 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് മെയിനായിട്ട് വേണ്ടത് കായപ്പൊടിയാണ്. ഞാൻ 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടും വെള്ളം തൊടാതെ തന്നെയാണ് അച്ചാറിടാൻ പോകുന്നത്. അപ്പോൾ ഈ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ മാങ്ങയ്ക്ക് ഉപ്പ് പുരട്ടി വെച്ചതുകൊണ്ടാണ് ഞാൻ പിന്നെ ഉപ്പ് ചേർക്കാഞ്ഞത്. അപ്പോൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഇല്ലെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിനാണ്. അപ്പോൾ നല്ല രുചികരമായ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉപ്പും എരിവും എല്ലാം പാകത്തിനാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല രുചികരമായ നമ്മുടെ മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോകളൊക്കെ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പുറത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.